ബാബാജി, ചില ആചാര്യന്മാര് ഈ മാംസഭക്ഷണത്തിന് ശവക്കറി എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ബാബാജിയുടെ അഭിപ്രായത്തിൽ ഈ മാംസമൊക്കെ ശവം, ഈ മാംസം ഭക്ഷിക്കുന്നതൊക്കെ ശവക്കറികളാണ് എന്നുള്ളൊരു അഭിപ്രായം എന്താണ്? ഈ ഭക്ഷണത്തിന്റെ പേരിൽ ആക്ഷേപങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എത്രത്തോളം സത്യത്തെ അറിഞ്ഞിട്ടാണ് സംസാരിക്കണമെന്ന് അറിയില്ല. കാരണം ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമാണ് തൻ്റെ ആശയങ്ങളും ദർശനങ്ങളും മാത്രമാണ് ശരി, തൻ്റെ ഭക്ഷണ രീതി മാത്രമാണ് ശരിയെന്ന് തോന്നുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ എന്നാണ്. അതായത് ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റൊന്നില്ല എന്ന്. ശിവോഹം, ഇതെല്ലാം ശിവൻ തന്നെയാണ്. പ്രപഞ്ച സത്യത്തെ നമുക്ക് ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞ എനർജി, ഊർജം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെയുള്ളതെല്ലാം ഊർജമാണ്. ഊർജത്തെ സ്വീകരിച്ച് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഊർജത്തിന്റെ ആ ഒരു സ്റ്റേജിന് മാറ്റം വരുത്താം, അതുകൊണ്ട് ഊർജത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുണ്ട്. ഇവിടെ മാംസത്തെ ശവം എന്ന് പറയുമ്പോൾ അതും ഭക്ഷണത്തെ അന്നംന നിന്ദ്യാത് എന്നൊരു വാക്കുണ്ട്. അന്നം എന്ന വാക്കിന് ചില ആളുകൾ അരി ഭക്ഷണം എന്ന് എഴുതും. അങ്ങനെയല്ല. അന്നം എന്ന് പറഞ്ഞാൽ അജിക്കുന്നത്, അജിക്കപ്പെടുന്നതാണ്. കഴിക്കുന്നതും കഴിക്കപ്പെടുന്നു. നമ്മൾ കഴിക്കുന്നത് നമ്മളെ കഴിക്കുന്നതെന്നാണ്. ആ ഒരു സൈക്കിളിന്റെ ഭാഗമാണ്. അതിനെയാണ് അന്നം എന്ന് പറയുന്നത്. മാംസം, ഇപ്പൊ മനുഷ്യമാംസം മനുഷ്യർ സാധാരണഗതിയിലൊന്നും എവിടെയും കഴിക്കാറില്ല. എവിടെയെങ്കിലും വനാന്തരത്തിൽ ഏതെങ്കിലും എവിടെയും പുറത്ത് കഴിക്കണ്ടോ നമ്മളുടെ ഒരു വിഷയമല്ല. സാധാരണഗതിയിലാണ്. നമ്മുടെ രാജ്യത്തൊന്നും ഒട്ടുമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന മൃഗങ്ങളുടെ, പക്ഷികളുടെയൊക്കെ മാംസം ശവമാണെന്ന് പറയുന്ന ആളുകൾ പറയാൻ ശ്രമിക്കുന്നത് അതിൽ ജീവൻ പോയില്ലേ, അപ്പൊ അത് ശവമായി എന്നാണ്. അതായത് പ്രത്യക്ഷത്തിലെ ചലനാത്മകത ഇല്ലാണ്ടായി, ചലനമില്ലാതായി കഴിഞ്ഞാൽ അത് ശവമായി എന്നാണ് അവർ പറയുന്നത്. അവർക്ക് സത്യത്തിൽ ജീവനെ കുറിച്ചൊരു ധാരണയില്ല. നമ്മൾ ചലിക്കുന്നു, പ്രവർത്തിക്കുന്നത് മാത്രമാണ് ഒരു സാധനത്തിന്റെ ജീവൻ എന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് തന്നെയാണ്. ഈ ശ്വാസം വലിച്ചു വിടുന്നത് പ്രാണൻ എന്നുള്ളത് ഓക്കെ, അതിനപ്പുറം ഇത് മാത്രമാണ് ജീവൻ എന്ന് കരുതുന്നിടത്തായി പ്രശ്നം. ഒരു വ്യക്തിയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ, പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ചലനാത്മകതയും ഈ ശ്വസനവും മാത്രമല്ല, ഇതിൽ ഓരോ കലകളിലും ജീവാംശമുണ്ട്. അതെല്ലാം ഈ ശരീരത്തിന് പോകാൻ സമയം എടുക്കും. മാംസഭക്ഷണം കഴിക്കുന്നവരായാലും ചീഞ്ഞിട്ടല്ല കഴിക്കുന്നത്. ചീഞ്ഞാൽ അത് മലമായി. മലം മനുഷ്യൻ ഭക്ഷിക്കാറില്ല, പ്രത്യേകിച്ച് മനുഷ്യമലം മനുഷ്യൻ കഴിക്കാറില്ല. അതുപോലെ തന്നെയാണ് ചീഞ്ഞ സാധനങ്ങൾ സാധാരണഗതിയിൽ പോഷകാംശം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഉപയോഗിക്കാറില്ല. പോഷകാംശം ഉണ്ടെങ്കിൽ ചീഞ്ഞ സാധനങ്ങൾ ചിലത് കഴിക്കും. ഇപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ നമ്മളിപ്പോൾ തൈര് ഒക്കെ കുറച്ച് പഴകിയതല്ലേ കഴിക്കുന്നത്. അപ്പൊ ഇവിടെ ജീവാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന അബദ്ധത്തിൽ നിന്നാണ് ശവം എന്ന് പറയുന്നത്. മാംസത്തിലുള്ളത് ഊർജ്ജം. മനുഷ്യനെ സംബന്ധിച്ച് മാംസഭക്ഷണത്തിലുള്ള ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ ചില ആളുകൾ നാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ പറഞ്ഞു പറയും, ഏതെങ്കിലും ഒരു ഗുരു പറയുന്നതൊന്നും ഈ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അത് ആ ഗുരു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പോകുന്നവർക്ക് പോകാൻ തെറ്റില്ല. പക്ഷെ ആക്ഷേപിക്കുന്നു പറയുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട്. അനുവദിക്കപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം. അതിലെന്താ വെച്ചാൽ ബാൻ ചെയ്ത ചില സാധനങ്ങളുണ്ട്, അതൊന്നും ഉപയോഗിക്കാം. ഇപ്പൊ കാട്ടിലുള്ള ജീവികളെയൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. നാട്ടിൽ തന്നെ കാണുന്ന പലതിനെയും നമുക്ക് തിന്നാൻ, അതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ എന്താ വെച്ചാല് ഭരണഘടനാ മൂല്യങ്ങളുടെ ഭാഗമായിട്ടോ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് ഭക്ഷണം ഒരിക്കലും മോശമല്ല. ഭക്ഷണത്തിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ക്രൈമുമാണ്, ഒരു അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മുടേത് മാത്രം ശരി എന്നത്. അതുകൊണ്ട് മാംസം ശവമാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ധാരണയില്ല. അതുകൊണ്ട് ശവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ മലത്തിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ ഒരു കോഴിമാംസം കഴിക്കുന്ന ഒരാള് മോശമൊക്കെ ശവക്കറി കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കോഴിയിൽ വ്യത്യാസം കാണുകയാണ്. എന്നാൽ നേരെ പയറിലും അതുപോലെ തന്നെ വെണ്ടക്കയിലും വഴുതനയിലും കുമ്പളങ്ങയിലും വ്യത്യസ്തത കാണുകയാണ്. കുമ്പളങ്ങ കഴിക്കുമ്പോൾ കുമ്പളയ്ക്ക് ജീവനുണ്ടായി. അപ്പോൾ ഈ കുരുവിനല്ലേ ചോദിക്കും. ആ കുരുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിന്റെ മാംസളമായ ഭാഗമാണ്. മാംസളമായ ഭാഗം പോകുമ്പോൾ ആ കുരുവിന്റെ ആ സേഫ്റ്റി നഷ്ടപ്പെടുകയാണ്. ഇതുപോലെ മാമ്പഴമാണെങ്കിൽ മാമ്പഴത്തിന്റെ ഉള്ളിലുള്ള അതിന്റെ ആ അണ്ടി എന്ന് പറയുന്ന സാധനം അതിനെ പൊതിയുന്നതാണ് ഈ പറയുന്ന, അതിന്റെ ആ വിത്തിനെ പൊതിയുന്നതാണ് മാംസളമായ ഭാഗം. അതിനെ പോകുന്ന സ്കിന്ന് അത് ചെത്തി ചെടിക്കുമ്പോൾ അതിന്റെ അതിൽ ബുദ്ധിമുട്ട് വന്നില്ലേ. അങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. തേൻ ഉപയോഗിക്കുന്നു. പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിക്കുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഏതേത് വിധത്തിൽ നോക്കിയാലും ഓരോന്നിനും മാംസളവും ജീവനും പ്രൊട്ടക്ഷനും, പ്രകൃതിദത്തമായിട്ടുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും മാത്രമാണ് അതാതിന്റെ ജീവനും ശരീരവും ഒക്കെ. അതിനെ എടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോന്ന് നമ്മൾ സംസ്കരിച്ച് കഴിക്കും, ഒരു ജീവൻ മറ്റൊന്നിനെ ഉപയോഗിക്കും. ഇത് പ്രകൃതി നമ്മൾ എന്തോ സംഭവം, മനുഷ്യൻ എന്തോ സംഭവമായിട്ട് കരുതുന്നത്. മനുഷ്യന് വിവേക ബുദ്ധി ഉണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ആ വിവേക ബുദ്ധിയിൽ പ്രവർത്തിക്കണം. എങ്ങനെയാ? അനാവശ്യമായി വിനോദത്തിന് വേണ്ടി ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ജീവനെ നിർത്തും. ജീവസ്യന്നം ഇതം സർവം എന്നീ പറയുന്ന പ്രമാണങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് എല്ലാവരും കൊന്നു തിന്നാന്നു അല്ല, ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാ പറഞ്ഞത്. അത് ഓരോരുത്തർക്കും അത് വായിക്ക് രുചിയായിട്ട് തന്നെ കഴിച്ചാൽ മതി. രസ്യ സ്നിഗ്ധ എന്നൊക്കെ ഗീതാകാരൻ പറയും, മാംസം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് കുഴപ്പമില്ലാതെ, നമുക്ക് അനുവദനീയമായ ഭക്ഷണം. ഇതിങ്ങനെ തന്നെ. മനുഷ്യനെ കാട്ടുകയറിയ സിംഹം കടിക്കും, പുലി പിടിക്കും, അതൊരു നിയമ. അവരത് കഴിക്കും. നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ആയുധങ്ങൾ വേണം, ഓടണം, ഇല്ലേ, കുന്തം കൊണ്ട് കുത്തണം, കല്ലെറിയണം. അതൊക്കെ ഇതൊരു ഫൈറ്റാണ് ഈ ലോകത്തിന്റെ. ഇത് മനസ്സിലാകാതെ എന്തോ സംഭവം പോലെ. പിന്നെ മെഡിറ്റേഷൻ, മാംസഭക്ഷണം കഴിച്ചാൽ മെഡിറ്റേഷൻ നടക്കില്ല, വെറുതെ പറയുകയാണ്. ഏത് ഭക്ഷണമായാലും ശരി, അത് യുക്തമായ അളവിൽ കഴിക്കുന്നതാണ് സാത്വിക ഭക്ഷണം. അത് അളവിൽ കൂടുതലാവാൻ പാടില്ല. ഒരു പേഴ്സൻറ്റേജ്, നമ്മൾ വയറിന്റെ ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളമാണെങ്കിൽ ഒരു ഭാഗം എയറായിട്ട് വിട്ടുകൊടുക്കണം തന്നെയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് 3 ഭാഗമാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ നടക്കണം കൃത്യമായിട്ട്. അപ്പൊ അതിന്റെ റെസ്റ്റും വ്യായാമവും ഒക്കെ വേണം. എന്നിട്ട് ശാന്തമായി മണിക്കൂറുകൾ കഴിഞ്ഞ് ഓരോ ഭക്ഷണക്രമം അനുസരിച്ച്, അത് മാംസം മാത്രമല്ല, ഓരോ ഭക്ഷണത്തിൽ വ്യത്യസ്തമുണ്ട്. അന്നം, അരിഭക്ഷണം. അരി നമ്മൾ നെല്ല് നേരിട്ട് കഴിക്കല്ല, പാകം ചെയ്തിട്ട് കഴിക്കുന്നത്. പാകം ഓരോ അരിക്ക് വ്യത്യസ്ത. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കറിയാം, ഓരോ അരിക്കും വ്യത്യസ്തമായ അതിന്റെ പാകത്തിന് വേവ് വേറെയാണ്. അതിനനുസരിച്ച് പാകം ചെയ്താലേ ആ ഭക്ഷണം നമുക്ക് കഴിക്കാനും ദഹിക്കാനും സുഖമാവുള്ളൂ. ഇതേപോലെയാണ് മാംസഭക്ഷണം. മറ്റുള്ള വാദങ്ങളൊക്കെ, മാംസം ശവാന്നൊക്കെ ഉള്ള ടെൻഡൻസി എന്താണെന്നറിയോ? ഞങ്ങളുടെ ഭക്ഷണം ശ്രേഷ്ഠമാണ്, ഞങ്ങൾ കഴിക്കുന്നത് മാത്രമാണ് ശ്രേഷ്ഠമായ കാര്യം, ഞങ്ങളുടെ സംസ്കാരമാണ് ശ്രേഷ്ഠം, ഞങ്ങളുടെ ജീവിതശൈലി, ഞങ്ങളുടെ ദർശനങ്ങളും ഞങ്ങളുടെ സിസ്റ്റമാണ് ശ്രേഷ്ഠം എന്ന് പറയാൻ ശ്രമിക്കുന്ന രീതിയാണ്. ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ചിന്താ പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മനുഷ്യർക്കിടയിൽ ഈ ജാതീയ, മതപരമായിട്ടുള്ള, വർണ്ണപരമായിട്ടുള്ള ഉച്ചനീചത്വം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ പറഞ്ഞ ഭക്ഷണത്തിന്റെ, ജോലിയുടെ, അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക സ്ഥിതിയുടെ, വിദ്യാഭ്യാസം ഒക്കെ പേരിലുണ്ടായത്. അതിനെ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കാൻ പാടില്ല. ഓരോരുത്തരും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? പ്രകൃതിക്ക് ദോഷം ഉണ്ടാവില്ല. പ്രകൃതി ഒന്നിനെയും അധികമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവില്ല. അതിനെ ക്രമപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം ഇവിടെ പ്രകൃതിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോൾ ഓരോ പ്രദേശത്തും, ഇപ്പോൾ ഈ എന്താ പറയാ, വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊന്നും നമുക്ക് എന്താ വെച്ചാൽ എല്ലാ ഭക്ഷണങ്ങളും ഒരുപോലെ പറ്റില്ല. അപ്പോൾ മാംസം മാത്രം കഴിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. മാംസഭക്ഷണം മാത്രം കഴിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ മാംസഭക്ഷണം കഴിക്കാൻ വേണ്ടി പച്ചക്കറി മാത്രം കഴിക്കേണ്ടത്, അരിഭക്ഷണം പോലും കിട്ടാത്ത സ്ഥലങ്ങൾ, ഉണക്കിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിൽ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇടുങ്ങിയ ഈ കൂടിൽ നമ്മൾ പുറത്തിറങ്ങണം. ഈ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകും. ആ മനസ്സിലാക്കുന്നതിൽ നിന്ന് വേണം ഇത് ചിന്തിക്കാൻ. അത് ചിന്തിക്കുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഈ ശ്വാസമാണെന്നതിൻ്റെ അപ്പുറം ഇതിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആ ജീവാംശമാണെന്നും, ആ ജീവാംശം നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണമാണെന്നും അതിനെ അന്നമാണെന്നും മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്ത ഒരു മൂഢയിൽ നിന്ന് ശവം എന്ന് പറയും. അത് അവരുടെ അജ്ഞാനമാണ്. ജ്ഞാനികൾ ഒരിക്കലും ഒരാളെയും തരം താഴ്ത്തുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നു എങ്കിൽ അജ്ഞാനമാണ്. അവർ ഏതെങ്കിലും ഒരു സിസ്റ്റം, ചെറിയൊരു കഷ്ണം മാത്രം എടുത്തിരിക്കാവും. ഒരു ഗുരുശിക്ഷണത്തിൽ പരിപൂർണമായി ഒരാളെയും താഴ്ത്തിക്കെട്ടുന്ന രീതിയിലേക്ക് ഒന്നും പറയില്ല. അതിലെയും എന്താണ് അതിലെ ശാസ്ത്രീയതിൻ്റെ യുക്തി എന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെയും ആദരിക്കുന്ന തരത്തിലേക്ക് വരികയും സ്വന്തം സമ്പ്രദായത്തെ, സ്വന്തം വിശ്വാസത്തെ, സ്വന്തം സിസ്റ്റത്തെ നമ്മൾ മുന്നോട്ട് പിടിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവൻ്റെ രീതിയെ മനസ്സിലായിക്കൊണ്ട് ആദരിക്കാൻ ശ്രമിക്കും. അപ്പം ശവക്കറി എന്ന് പറയുന്നവരെ ആക്ഷേപിക്കാൻ നമ്മൾ ആളല്ല, പക്ഷെ മറിച്ച് അവർ പറയുന്നതിൽ ഒരു അന്തരം ഉണ്ടാകുന്നത് കൊണ്ട് അവർ ഇനിയും പഠിക്കുക, അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് അവർ പറയുന്ന മെഡിറ്റേഷനോ ധ്യാനോ ഒക്കെ എല്ലാം സാധ്യമാവും. ഇതൊക്കെ ചെയ്തിട്ടും മറ്റൊരുത്തിനെ മോശക്കാരനാക്കുന്നുവെങ്കിൽ ആ ധ്യാനം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പം അല്ലെങ്കിൽ എത്ര കാര്യം. പിന്നെ എത്ര മഹാത്മാക്കൾ പറഞ്ഞാലും, ഏതൊരു വ്യക്തിയോ 2 വ്യക്തിയോ 3 വ്യക്തിയോ 100 1000 പേര് പറഞ്ഞാലും ശരി, പുതിയ ആശയങ്ങളും ദർശനങ്ങളും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഉള്ളെടുക്കുമ്പോൾ അതൊക്കെ മാനവ നന്മയ്ക്കെതിരായി സ്വാഗതം ചെയ്യുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂരിപക്ഷ ജനതയുടെ ഭക്ഷണം മാംസഭക്ഷണത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി ശരീരം നിലനിർത്താൻ വേണ്ടി, ഊർജ്ജത്തെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അത്തരം പദ്ധതികളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അനാവശ്യമായിട്ടുള്ള വിനോദത്തിന് വേണ്ടിയിട്ടുള്ള, ആർഭാടത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, അത് കുമ്പളങ്ങ മുറിച്ചിട്ടായാലും ശരി, അരിഭക്ഷണമായാലും ശരി, അതൊരു ധൂർത്താണ്. അതിനുവേണ്ടി നമുക്കൊന്നും പറയാനില്ല.